എന്താണ് വെൽനസ്? ഒരു മനുഷ്യന്റെ പൂർണ്ണ ആരോഗ്യത്തെയാണ് വെൽനസ് എന്ന് പറയുന്നത്. ആരോഗ്യം, ക്ഷേമം, സ്വസ്ഥം, സ്വാസ്ഥ്യം എന്നിങ്ങനെയൊക്കെ തന്നെ നമുക്ക് വെൽനസിനെ നിർവചിക്കാൻ പറ്റുന്നതാണ്. അപ്പം വെൽനസിനെ ഇത്തരത്തിലെല്ലാം നമുക്ക് നിർവചിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇന്ന് വെൽനസിന്റെ പരമായിട്ട് നമുക്കൊരു കമ്പനി ഉണ്ട്. നമ്മുടെ കമ്പനിയുടെ വേണ്ടി MI ലൈഫ് സ്റ്റൈൽ ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി. ആ കമ്പനി എടുത്തു പറയണെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് പ്രൊഡക്റ്റുകൾ, ക്വാളിറ്റി ബ്രാൻഡ്സുകൾ നമ്മുടെ മുമ്പിലേക്ക് എത്തിച്ചിട്ടുണ്ട്. എടുത്തു പറയേണ്ട 2 സ്റ്റാർ ബ്രാൻഡാണ് എലമെന്റ്സ് വെൽനസ് ആൻഡ് ഓൺ ആൻഡ് ഓൺ. വെൽനസ് ഞാൻ പറഞ്ഞു വെൽനസിന്റെ കാറ്റഗറിയിൽ പെട്ടത്. ഓൺ ആൻഡ് ഓൺ ന്യൂട്രീഷൻ പരമായിട്ടുള്ളതും പേഴ്സണൽ കെയറുമായിട്ടുള്ള കുറെ അധികം പ്രൊഡക്റ്റുകൾ. അപ്പൊ അത്തരത്തിലുള്ള ഒരുപാട് ബ്രാൻഡുകൾ നമ്മുടെ മുമ്പിലേക്കാണ് എത്തിച്ചിട്ടുള്ളത്. നമ്മുടെ കമ്പനിയിലെ ബ്ലഡ് എന്ന് പറയുന്നതും വെപ്പൺ എന്ന് പറയുന്നതും എല്ലാം നമ്മുടെ പ്രൊഡക്റ്റുകൾ തന്നെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ നമ്മൾക്ക് മുമ്പിലേക്ക് എത്തിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് ആ പ്രൊഡക്റ്റിനാണ് നമ്മുടെ 23ഓളം പ്രൊഡക്റ്റുകൾക്ക് ആയുഷ് പ്രീമിയം സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. അതായത് ആയുഷ് പ്രീമിയം എന്ന് വെച്ചാൽ നമുക്കറിയാം ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും നിലവാരം അനുസരിച്ച് നമ്മൾക്ക് ഇന്റർനാഷണൽ ക്വാളിറ്റി ഉള്ള പുറത്തേക്ക് വരെ കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ള ഒരു ബില്ലോ കാര്യങ്ങളോ എല്ലാം കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ള രീതിയിലുള്ള എല്ലാ സെക്യൂരിറ്റിയും ഉള്ളതിനെയാണ് നമുക്ക് ആയുഷ് പ്രീമിയം എന്ന് പറയുന്നത്. പ്രീമിയം ഉണ്ട്, സ്റ്റാൻഡേർഡും ഉണ്ട്. നമുക്ക് ഇന്റർനാഷണൽ ക്വാളിറ്റി അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ഇന്റർനാഷണൽ ക്വാളിറ്റി അടങ്ങിയിട്ടുള്ള ഒരുപാട് നല്ല പ്രൊഡക്റ്റുകൾ കൊണ്ടുപോകാൻ പറ്റുന്നുള്ള രീതിയിൽ നല്ല പ്രൊഡക്റ്റുകളാണ് നമ്മൾക്കുള്ളത്. അപ്പം ആയുഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി ആൻഡ് നാച്ചുറോപ്പതി എന്നീ ചികിത്സാ രീതികളെല്ലാം ഒരു കുടക്കീഴിൽ എത്തിച്ചിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് ആയുഷ്. നമ്മൾക്കറിയാവുന്നതാണ് കോവിഡ് വന്നതിന് ശേഷം മോദി അതുപോലെ തന്നെ എല്ലാവരും പറഞ്ഞതാണ് കവചപ്രാശം പോലുള്ളവ കഴിക്കുക, നമ്മുടെ ശരീരത്തിൽ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടുക എന്നുള്ളത്. നമ്മൾക്ക് എല്ലാവർക്കും എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള രോഗപ്രതിരോധ ശേഷി കുറഞ്ഞു പോയത്? നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ കഴിക്കുന്ന ആഹാരം, അതായത് ചിക്കൻ, എല്ലാ വീടുകളിലും ആദ്യമല്ല പണ്ടെല്ലാം ഒരു ദിവസം എപ്പോഴെങ്കിലും ആയിരിക്കും നമ്മളൊരു മാസത്തിൽ എപ്പോഴെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഞായറാഴ്ച ആയിരിക്കും ചിക്കൻ മേടിക്കുന്നത്, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ നല്ല രീതിയിൽ വളർത്തുന്ന ചിക്കനെ ആയിരിക്കും കഴിക്കുന്നത്. പക്ഷെ ഇന്നിപ്പോ എല്ലാവരും കടകളിൽ പോയിട്ട് ചിക്കൻ കഴിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇതാക്കുന്നത്? ചെറിയ പ്രായമുള്ള, അതായത് കുഞ്ഞു കോഴികളെ, ഇത്രയും പ്രായമുള്ള കോഴികളെ, ഇത്ര മാസം പ്രായമുള്ള കോഴികളെ കൊണ്ടുവന്നിട്ട് അതിന്മേൽ ഹോർമോൺ കുത്തിവെച്ചിട്ട് അതിന്റെ കരളും അതിന്റെ ശരീരവും ലിവറും എല്ലാം ഒന്ന് വലിപ്പമാക്കുമ്പോഴത്തേന് അതിന്റെ പുറമെ നല്ല വലിപ്പമാകുന്ന രീതിയിൽ ഇരിക്കുന്നു. അപ്പൊ അത്തരത്തിലുള്ള ഫുഡുകൾ കഴിക്കുന്നുണ്ട്. ഹോർമോൺ കുത്തിവെച്ച ഇറച്ചികൾ നമ്മൾ കഴിക്കുന്നുണ്ട്. അവയുടെ ഉള്ളിലേക്ക് പ്രയോഗിക്കുന്ന അത്തരത്തിലുള്ള ഹോർമോണുകളെല്ലാം നമ്മുടെ ശരീരത്തിൽ കൂടെ കയറുന്നു. അതുകൊണ്ട് എന്താണ്, ഇപ്പോൾ പലതരത്തിലുള്ള മാറ്റങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ സമയത്തും നമ്മുടെ ശരീരത്തിൽ പലതരത്തിലുള്ള രോഗങ്ങളാണ് കടന്നുകൂടുന്നത് തന്നെ. അപ്പം എല്ലാത്തിനും അതിനോട് അങ്ങനെ രോഗപ്രതിരോധ ശേഷി അടിക്കടി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ രോഗപ്രതിരോധ ശേഷി കൂട്ടുവാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ കുറേയധികം പ്രൊഡക്റ്റുകൾ നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നത് തന്നെ. അപ്പൊ അതുപോലെ ആ ഓരോ പ്രൊഡക്റ്റുകളും ഒരിക്കലും ഒരു ദിവസമോ 2 ദിവസമോ കൊണ്ടൊന്നും നിർമ്മിച്ചെടുക്കുന്ന ഒരു പ്രൊഡക്റ്റുകളല്ല. എത്രയോ വർഷത്തെ റിസർച്ച് ആൻഡ് ഡെവലപ്പിലൂടെയാണ് ഓരോ പ്രൊഡക്റ്റും എത്തുന്നത് തന്നെ. നമ്മുടെ കമ്പനിയിൽ നമുക്ക് എടുത്തു പറയേണ്ട ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, സൈക്ലോവ. 5 വർഷത്തെ റിസർച്ച് ആൻഡ് ഡെവലപ്പിലൂടെയാണ് നമ്മുടെ മുമ്പിലേക്ക് എത്തിയിട്ടുള്ള ആ പ്രൊഡക്റ്റ്. അപ്പോൾ ഒന്ന് ആലോചിക്കണം നമ്മുടെ ഓരോ പ്രൊഡക്റ്റിന്റെയും ക്വാളിറ്റിയും കാര്യങ്ങളും എല്ലാം. നമുക്ക് ഏറ്റവും അഭിമാനത്തോടെ പറയാവുന്നതാണ് 2019 ദ ബെസ്റ്റ് ഹെൽത്ത് കെയർ ബ്രാൻഡായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള നമ്മുടെ എലമെന്റ്സ് വെൽനസ് എന്ന ബ്രാൻഡാണ്. അതുപോലെ തന്നെ 2022 അതേ ബ്രാൻഡ് തന്നെയാണ് നമ്മൾക്ക് ബെസ്റ്റ് ഹെൽത്ത് കെയർ ബ്രാൻഡായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ക്വാളിറ്റി, നമ്മുടെ ഓരോ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി നമ്മൾക്ക് അറിയാവുന്നത് തന്നെയാണ്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റുകളെല്ലാം എത്തണമെങ്കിൽ തന്നെ നിരവധി സയന്റിഫിക് വിങ്സുകളുടെ കൂടിയാണ് ഈ ഒരു പ്രൊഡക്റ്റുകൾ എത്തുന്നത്. അതിൽ എടുത്തു പറയേണ്ട ഒരു വ്യക്തിയാണ് ഡോക്ടർ DBA നാരായണൻ. അദ്ദേഹം 48 വർഷത്തെ പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ഉള്ള അദ്ദേഹത്തിന്റെ ബയോഗ്രഫി പരിശോധിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് കുറേയധികം ഉണ്ട്. നല്ലൊരു ഓതർട്ടിക്കാണ്. അതുപോലെ തന്നെ നിരവധി ഏതെല്ലാം പ്രൊഡക്റ്റിന്റെ ചേരുവകളും കാര്യങ്ങളും എല്ലാം മെയിൻ ആയിട്ടുള്ള ഡോക്ടേഴ്സിന് പറഞ്ഞു കൊടുത്ത് എല്ലാ രീതിയിലും നല്ലൊരു കാരണം സയന്റിഫിക് മേഖലയിലെ ഏറ്റവും മികച്ച വിദഗ്ധൻ തന്നെയാണ് നമ്മുടെ ഡോക്ടർ DBA നാരായണൻ എന്ന് പറഞ്ഞ വ്യക്തി. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കൂടെ തന്നെ ഒരുപാട് സയന്റിഫിക് വിങ്സുകളും ഡോക്ടേഴ്സും എല്ലാമാണ് നമ്മുടെ ഓരോ പ്രൊഡക്റ്റിന്റെ പിന്നിലും പ്രവർത്തിക്കുന്നത് തന്നെ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് പല രീതിയിൽ പല വർഷത്തെ, അതായത് 1ഉം 2ഉം വർഷം എടുത്ത് ഒരു പ്രൊഡക്റ്റിൽ എന്തെല്ലാം കാര്യങ്ങൾ വേണം, എങ്ങനെയെല്ലാമാണ് നമ്മുടെ ശരീരത്തെ റിയാക്ഷൻ ചെയ്യുന്നത് എല്ലാം അറിഞ്ഞിട്ടാണ് ഓരോ പ്രൊഡക്റ്റും നമ്മുടെ മുമ്പിലേക്ക് തന്നെ എത്തിയിട്ടുള്ളത്. പിന്നെ എന്തുകൊണ്ടാണ് നമ്മളുടെ
നമ്മുടെ പ്രൊഡക്റ്റ് ആയുർവേദത്തെ തിരഞ്ഞെടുത്ത് എന്നറിയണം. ആയുർവേദം എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം ആയുസ്സിന്റെ വേദമാണ്. ജീവിതത്തിൽ ജനനം മുതൽ മരണം വരെ നമ്മൾക്ക് ഓരോ വേദങ്ങളുണ്ട്. നമ്മുടെ ഓരോ പ്രക്രിയകൾ നമ്മുടെ ഇതിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം ആയുർവേദം എന്ന് വെച്ചാൽ ഒരു മനുഷ്യന്റെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിതം, അതിനെ ആയുസ് എന്ന് പറയുന്നത്. അപ്പൊ ആ ആയുസ്സിനെ തീർത്തും ആ ആയുസ്സിനെ നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയുർവേദത്തിൽ ആയുസ്സിനെ 4ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ആയുർവേദത്തിലെ ആയുസ്സിനെ 4ആയിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ ഇങ്ങനെയാണ് പറയുന്നത്, ഹിതം ഹിതം സുഖം ദുഃഖം ആയുസ് ദസ്തി മാനുഷ്യതത്തെ ഹിതാഹിതം യഥോ ഉദ്ധം ആയുർവേദ സമുച്ചിതം. അതായത് നമ്മളുടെ ആയുസ്സിൽ നമുക്ക് സുഖവും കാണും ദുഃഖവും കാണും, രണ്ടും കൂടിയ അവസ്ഥകളെല്ലാം കാണും. അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ എല്ലാ മനുഷ്യനും ഒരേ രീതിയിൽ തന്നെയാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അത് സസ്യജാലങ്ങൾക്കായിക്കോട്ടെ, എന്തിനും മൃഗങ്ങൾക്കായിക്കോട്ടെ, എല്ലാത്തിനും ഒരേ രീതിയിൽ തന്നെയാണ് ഇവ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലും ഇമ്പോർട്ടന്റ് ആയിട്ടാണ് ആയുർവേദം, അത്രയ്ക്കും പഴക്കമുണ്ട്. അപ്പൊ അതിനെയാണ് നമ്മൾ വീണ്ടും നമ്മുടെ പ്രൊഡക്റ്റുകളിൽ കൂടെ അത്തരത്തിലുള്ള ഫുഡുകൾ പോലുള്ള രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ ആയുർവേദത്തിന്റെ ഓരോ പ്രൊഡക്റ്റുകളായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മുടെ പഞ്ചഭൂതങ്ങൾ നമ്മൾക്ക് അറിയാവുന്നതാണ്. ഭൂമി, ജലം, വായു, അഗ്നി, ആകാശം എന്നിങ്ങനെയൊക്കെയാണ് പഞ്ചഭൂതങ്ങൾ. ഈ മഹാഭൂതങ്ങൾ ചേർന്നിട്ടാണ് എന്താണ് പ്രപഞ്ചത്തിലെ ഓരോ വസ്തുവും തന്നെ നിർമ്മിച്ചിരിക്കുന്നത് തന്നെ. ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നമ്മൾക്കറിയാവുന്നതാണ്, ഒരു മനുഷ്യന്റെ ശരീരത്തിൽ 3 കാര്യങ്ങൾ ഏറ്റവും അനുയോജ്യമാണ്. അതായത് വാതം, പിത്തം, കഫം. ഈ വാതം, പിത്തം, കഫം ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നോർമൽ അവസ്ഥയിൽ തന്നെയാണ് കാണേണ്ടത്. പക്ഷെങ്കിൽ അത് നമ്മളുടെ ശരീരത്തിൽ ഇപ്പോൾ കാണുന്നത് ഒന്ന് ഏറ്റക്കുറച്ചിൽ പോലെയും ഒന്ന് കുറഞ്ഞും ഒന്ന് കൂടിയും എന്നുള്ള രീതിയിലാണ്. നമ്മുടെ ശരീരത്തിൽ വാതം, പിത്തം, കഫം ഇവ 3ഉം നല്ല രീതിയിൽ തന്നെ നോർമലായി കാണുവാണെങ്കിൽ ഒരുവന്റെ ആരോഗ്യം നല്ലതാണ്. പക്ഷെങ്കിൽ ഇത് ചിലത് കൂടുകയും, വാദം കൂടുകയോ പിത്തം കൂടുകയോ എന്തെങ്കിലും കുറഞ്ഞിട്ടുള്ള രീതിയിലോ അത് കൂടി പോകുന്നുള്ള രീതി കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ ശരീരത്തിൽ അസുഖങ്ങൾ വരാൻ പെട്ടെന്നാണ്. എല്ലാത്തിനെയും നോർമൽ ആക്കാനാണ് നമ്മുടെ ശരീരത്തിൽ ശ്രദ്ധിക്കേണ്ടത് തന്നെ. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു എന്തുകൊണ്ടാണ് നമ്മുടെ ആയുർവേദത്തെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പൊ ഇത്തരത്തിലുള്ള ആയുർവേദത്തിലെ ഒരുപാട് പ്രൊഡക്റ്റുകൾ, അതായത് ആയുർവേദ പ്രൊഡക്റ്റുകളാണ് നമ്മുടെ കമ്പനി മാർക്കറ്റ് ചെയ്യുന്നത്. അത്തരത്തിലുള്ള നല്ല പ്രൊഡക്റ്റുകളാണ്. ഇതൊരിക്കലും നമ്മൾ കഴിക്കേണ്ടത് ഒരു മരുന്നുള്ള കാറ്റഗറിയിൽ ആദ്യം തന്നെ പറയുന്നതാണ്. എല്ലാവരും എപ്പോഴും പറയുന്നതാണ്, നമ്മൾ ഒരാൾക്ക് കൊടുക്കുന്ന സമയത്ത് പറയുന്നത് ഇതൊരു മരുന്നാണ്, ഇത് മരുന്ന് കഴിക്കണം. ഇതൊരിക്കലും ഒരു മരുന്ന് കാറ്റഗറി വരുന്നതല്ല. ഇതെന്ന് വെച്ചാൽ ഫുഡ് പ്രൊഡക്റ്റ് ആണ്. നിങ്ങൾ കഴിക്കേണ്ടത് ഈ ഒരു ഫുഡാണ്. ഇതൊരിക്കലും മരുന്നല്ല. മരുന്ന് എഴുതുന്ന ഇപ്പൊ നമ്മൾ ചെല്ലുന്ന സമയത്ത് പറയാൻ നമ്മൾക്ക് മരുന്ന് എഴുതി തരുന്നത് ഡോക്ടേഴ്സ് അല്ലേ, നമ്മൾ എന്തുകൊണ്ടാണ് ഈ ഒരു മരുന്ന് കഴിക്കണം എന്നുള്ളത്. ഇത് ശരിയാണ്, അവർ പറയുന്നതും ശരിയാണ്, അവരുടെ ഭാഗത്തും ശരിയാണ്. മരുന്ന് എഴുതി തരുന്നത് ഡോക്ടേഴ്സ് ആണ്. നമ്മൾ അവരോട് പറയേണ്ടത് ഇതൊരു ഫുഡ് പ്രൊഡക്റ്റ് ആണ്, ഇതൊരു ഫുഡാണ് കഴിക്കേണ്ടത്. നമ്മൾ ഹോർലിക്സും ബൂസ്റ്റും എല്ലാം കഴിക്കുന്നത് പോലെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു വെൽനസ് പ്രൊഡക്റ്റ്. അതായത് ഇപ്പോൾ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ ഒരുപാട് വിഷാംശങ്ങളുണ്ട്. അതെല്ലാം നമ്മുടെ ശരീരത്തിലേക്ക് പോകുന്നുണ്ട്. അതിനെല്ലാം ഒന്ന് നേരെയാക്കാനും നല്ല രീതിയിൽ നമുക്ക് ശരീരത്തിൽ ഇങ്ങനെ പോകുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഓരോരോ അസുഖങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനെല്ലാം ഒന്ന് മാറ്റാൻ വേണ്ടി നമ്മുടെ ശരീരത്തിൽ നല്ല രോഗപ്രതിരോധ ശേഷി കൂട്ടുവാൻ വേണ്ടിയിട്ടും നമ്മുടെ ഓരോ കാര്യങ്ങൾ, നമ്മുടെ ശരീരത്തിൽ ഓരോ നശിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ സെല്ലുകൾക്കെല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി, സെല്ലുകളെ എല്ലാം നല്ല രീതിയിലാക്കാൻ വേണ്ടിയിട്ടുമാണ് നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് കൊടുക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായും മേടിക്കണം. ഇത് വെൽനെസിന്റെ പ്രൊഡക്റ്റുകളാണ്. നമ്മൾ ബൂസ്റ്റ് എന്തിനാ മേടിക്കുന്നത്? കുട്ടികൾക്ക് എനർജി കിട്ടും, നമ്മൾക്ക് എല്ലാവർക്കും എനർജി കിട്ടും എന്നല്ലേ പറഞ്ഞല്ലേ മേടിക്കുന്നത്. അപ്പൊ അത് ഡോക്ടറിന്റെ ചീട്ട് എഴുതി തന്നിട്ട് നമ്മൾ ബൂസ്റ്റ് മേടിക്കുന്നത് ഒരിക്കലും അല്ല. അതുപോലെ തന്നെ നമ്മൾക്ക് കഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ല പ്രൊഡക്റ്റ്, നമ്മൾ കഴിച്ചിരിക്കേണ്ട പ്രൊഡക്റ്റ് ആണ്. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന വലിയ രോഗങ്ങൾക്ക് മാറുവാനുള്ള ഏറ്റവും വലിയൊരു കാരണമാണ് നമ്മുടെ ഈ ഓരോ പ്രൊഡക്റ്റുകളും എന്നാണ് പറഞ്ഞിട്ടാണ് കൊടുക്കേണ്ടത്. ഇതൊരിക്കലും ഒരു മരുന്ന് കാറ്റഗറി വരുന്ന ഒരു പ്രൊഡക്റ്റ് അല്ല. നമ്മുടെ വെൽനസിന്റെ പ്രൊഡക്റ്റുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ രോഗപ്രതിരോധ ശേഷി കൂട്ടാനുള്ള ഫുഡുകൾ തന്നെയാണ്. നമുക്ക് നല്ല ഫുഡുകൾ കിട്ടാത്തത് കൊണ്ട് നല്ല ഫുഡുകൾ ചേർത്തിട്ടുണ്ടാക്കി, അതായത് നല്ല രീതിയിലുള്ള ബെറികളും കാര്യങ്ങളും, അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ആയുർവേദത്തിന്റെ പച്ചിലകളെല്ലാം കൂട്ടിച്ചേർത്ത് അതിന്റെ നീരും ചവ പൊടിച്ചുണ്ടാക്കിയതും എല്ലാം കൊണ്ട് നല്ല നല്ല പ്രൊഡക്റ്റുകളാണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ആ രീതിയിലാണ് നമ്മൾ പറയേണ്ടത് തന്നെ.